ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായ ഒരു അനുഭവത്തെ പറ്റി നിങ്ങളോടും കൂടെ പങ്കുവയ്ക്കുവാനായിട്ടാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണെന്ന്. എത്ര ഫാനിട്ടാലും എത്ര വെളിയിലിറങ്ങിയിരുന്നാലും നമ്മുടെ മുറിക്കുള്ളിലാണേലും ഭയങ്കര ചൂട്. കുളിച്ചാൽ കുളിച്ചടം പോലും ഇല്ല. കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വേർത്ത് കുളിക്കുകയായി. ഭയങ്കര ചൂട്. നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പുറം മുഴുവനും ചൂടുകുരു പിടിക്കുന്നു, ചൊറിച്ചിൽ എന്ന് വേണ്ട സകല ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ ചൂടിൻ്റേതായിട്ടുള്ളത് ഇപ്പോൾ ഉണ്ട്. അതിന് പരിഹാരമെന്നോണം ഇനി മഴ പെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു പരിഹാരം കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ കനത്ത ചൂടാണ് ഇക്കൊല്ലം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ചൂട് കൂടുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഈ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രങ്ങളിലും ഫോൺ എടുത്താൽ ഫോണിനകത്ത് പത്രങ്ങളിൽ പിന്നെന്താ നമ്മുടെ ടി വിയിൽ വാർത്ത വയ്ക്കുമ്പോൾ എല്ലാം ഈ പാമ്പ് കടിയെ പറ്റിയാണ് നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് കേൾക്കുന്നത് അല്ലേ. നമ്മുടെ നാട്ടിലും നമ്മുടെ അയൽ നാട്ടിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ പാമ്പ് കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരാഴ്ച മിച്ചമായിട്ട് കുറേ കുട്ടികളെ കടിച്ചു, ഒരു കുഞ്ഞ് മരിച്ചു. അതിൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോഴും ആശുപത്രിയിലാണെന്ന് പറയുന്നു. അവരുടെ വീട്ടിൽ നിന്നും അടിക്കടി പാമ്പിനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, പാമ്പിനെ പിടികൊടിക്കൊണ്ടേയിരിക്കുന്നു. അതും ശംഖുവരയൻ, മോതിരവളയൻ എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന ഒരുതരം പാമ്പിനെയാണ് അവരുടെ വീട്ടിൽ നിന്നും പിടികൂടിയെന്ന് പറയപ്പെടുന്നു. തീരെ ചെറിയ പാമ്പായിട്ടും ആ പാമ്പ് എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കടിച്ചതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതൊന്നാമത്തെ ഒരു കാര്യം. ഇതിൻ്റെയൊക്കെ ഒരു ഭീതിയിലാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ജനലൊന്ന് തുറന്നിട്ടിട്ട് രാത്രി കിടന്നൊന്ന് ഉറങ്ങാൻ പോലും പലർക്കും സാധിക്കുന്നില്ല. പണ്ട് ഞങ്ങളിവിടെ ജനൽ തുറന്നിട്ടോണ്ട് കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഒരിക്കൽ ഞങ്ങൾ ഇതുപോലെ ജനൽ തുറന്നിട്ട് കിടന്ന സമയം, നിലത്ത് ചുമ്മാ തുണിയൊക്കെ വിരിച്ച് കിടന്ന ഒരു സമയത്ത് ഞാൻ ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴുണ്ട് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ കടിക്കാനായിട്ടൊരു കരിന്തേൾ ഇങ്ങനെ വാലെല്ലാം പൊക്കി പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കിനും ഞാനിത് ലൈറ്റ് ഇട്ടതുകൊണ്ട് ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കാറി ആണ്ടേ തേളെന്നും പറഞ്ഞുകൊണ്ട് കാറിയപ്പോഴത്തേക്കിനും പുള്ളി ചാടി എഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ എന്നേരെ തേളിൻ്റെ കുത്ത് കിട്ടിയനെ. അത് വലിയൊരു തേളായിരുന്നു, ചെറിയൊരു തേളൊന്നും അല്ലായിരുന്നു, വലിയൊരു തേളായിരുന്നു. അത് ഇതിലേക്കൂടെ വന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആ ജനൽ തുറന്നിട്ടുകൊണ്ട് നിലത്ത് കിടന്നതായിട്ടേ ഉള്ളൂ ഞങ്ങൾക്കൊരു പറയാനുള്ളൂ. ജനലിൽ കൂടെ കയറി വന്നതാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ജനലിൽ കൂടെ ഇത് കയറി വരാൻ എങ്ങനെയാണെന്ന് നമുക്കിന്നും അറിയത്തില്ല. കയറി വന്ന എങ്ങനെയാണെന്ന് ഇന്നും നമുക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിൽ പിന്നെ ഞങ്ങൾ ജനൽ തുറന്നിട്ട് ഉറങ്ങാറേ ഇല്ല. എന്ന് പറഞ്ഞ പോലെ ഒരു 3-4 മാസം മുമ്പ് ഞങ്ങളുടെ പിള്ളേർ കിടക്കുന്ന മുറിയുടെ ബാത്റൂമിൽ ഇത് കൂട്ട് തന്നെ ഒരു വെള്ളിക്കെട്ടൻ പാമ്പിനെ കണ്ടു. പിള്ളേർ ബാത്റൂമിൽ കയറിയ സമയത്ത് ഇവർ കാറിക്കൊണ്ട് ഇറങ്ങി ഓടി വന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും പാമ്പെന്ന് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് വലിയ പാമ്പായിരിക്കുന്നു വിചാരിച്ച് പേടിച്ചാണ് പോയി നോക്കിയപ്പോൾ ഉണ്ട് ഒരു ചെറിയ പാമ്പ്. നമ്മുടെ ഒരു വിരലിൻ്റെ അത്രയും, വിരലിനേക്കാളും കുറച്ചും കൂടെ നീളവും ഒരു 2-3 ഈർക്കിലിയുടെ വണ്ണം, അത്രയും വണ്ണത്തിലുള്ള ഒരു വെള്ളിക്കെട്ടൻ പാമ്പായിരുന്നു. അതിനെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. അതിനെ അപ്പോൾ തന്നെ കൊന്നു കളഞ്ഞു കേട്ടോ. അല്ല, ഞങ്ങളതിനെ രക്ഷിച്ചു വിടാനൊന്നും പോയില്ല, അതിനെ കൊന്നു കളഞ്ഞു. അതിനുശേഷം പിള്ളേർക്ക് ബാത്റൂമിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. എനിക്കാണെങ്കിൽ പെരക്കകത്ത് നിൽക്കുമ്പോഴും ഈ പെരക്കകത്ത് എവിടെയൊക്കെയോ പാമ്പുണ്ടെന്നുള്ള ഒരു വിചാരമാണ് അത്. എന്നിട്ട് കിടക്കാൻ നേരത്ത് കട്ടിലിൻ്റെ അടിയിൽ നോക്കുന്നു, കട്ടിലിൻ്റെ കീഴേ നോക്കുന്നു, തലയിണക്കവർ ഊരി നോക്കുന്നു, പുതപ്പെല്ലാം കുടഞ്ഞു നോക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു പേടിച്ച കുറേ നാളുകളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും അതേ ബാത്റൂമിൽ തന്നെ ഇതേ സൈസിലുള്ള ഇച്ചിരി കൂടെ വലിപ്പത്തിലുള്ള വേറൊരു വെള്ളിക്കെട്ടൻ പാമ്പിനെയും കൂടെ കണ്ടു. അപ്പം ഞങ്ങൾ ഓർക്കുന്നത് ഇത് എവിടെ നിന്നാണ് ഈ വന്നതെന്ന് അന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ഈ പാമ്പ് കയറി വന്നത് എതിലെയാണെന്ന് ഞങ്ങൾക്ക് ഇന്നും അറിയത്തില്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം ഒഴുകിപ്പോകാനായിട്ടൊരു ഡ്രെയിനേജ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് വല്ലതും കയറി വന്നതാണോ അതോ ഇനി ജനലിൽ കൂടെ കയറി വന്നതാണോ ഒന്നും നമുക്കിതുവരെ അറിയത്തില്ല. പക്ഷെ അങ്ങനെയൊന്നും കയറി വരാനുള്ള ഒരു സാഹചര്യമൊന്നും നമുക്ക് നമ്മുടെ വീട്ടിലില്ല. നല്ല സേഫായിട്ട് അടച്ചുറപ്പൊക്കെയുള്ള ഒരു വീടാണ്, എന്നിട്ട് ടൈലൊക്കെ ഇട്ട വീടാണ്. പക്ഷെങ്കിൽ എന്നിട്ടും ഇത് ഇതിലേക്കൂടെ കയറി വന്നതെന്ന് നമുക്കിന്നും അറിയത്തില്ല. ഒരു മരത്തിൻ്റെ ചില്ലകളോ ഒന്നും നമ്മുടെ വീടിൻ്റെ മുകളിലോട്ട് ഒന്നും തൊട്ട് കിടപ്പോ യാതൊന്നുമില്ല. പിന്നെ കാടുകളോ പുല്ലുകളോ ഒന്നും നമ്മുടെ ബാത്റൂമിന് സൈഡിലായിട്ടോ അങ്ങനെയൊന്നും ഇല്ലാത്തതുമാണ്. പിന്നെ എവിടെ നിന്നാണ് ഇത് കയറി വന്നതെന്ന് ഞങ്ങൾക്ക് ഇന്നും അറിയാൻ മേല. അന്ന് ഈ പിള്ളേരത് കണ്ടില്ലായിരുന്നെങ്കിൽ അത് നമ്മുടെ ബാത്റൂമിൽ നിന്നും നേരെ നമ്മുടെ റൂമിനുള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലോ എവിടെയെങ്കിലും കയറി അത് ഒളിച്ചിരുന്നിരുന്നെങ്കിൽ
നമുക്ക് ഭയങ്കരമായിട്ട് ഗുരുതരമായിട്ട് അപകടം ഉണ്ടായേനെ. പക്ഷെ അതിനു മുമ്പ് ദൈവം നമ്മളെ അത് കാണിച്ചു തന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ തീരെ ചെറുതായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ സിസ്റ്റർ തീരെ ചെറുതായിരുന്നു. അവൾ നിലത്തൂടെ നീന്തി നടക്കാൻ പ്രായമേ ആയിട്ടുള്ളൂ. ഒരു വയസ്സ് കാണുമായിരിക്കും. അപ്പോൾ എനിക്കൊരു 5-6 വയസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അന്നൊക്കെ ഈ കറണ്ട് പോകുന്ന സമയമുണ്ട്. കറണ്ട് അന്നൊക്കെ അരമണിക്കൂറൊക്കെ ലോഡ് ഷെഡിങ് ഉള്ള സമയമുണ്ട്. അന്നേരം ഞങ്ങൾ ചിമ്മിനി വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കൊച്ചിനെ നിലത്തിരുത്തി, നിലത്ത് അവൾ എന്തെല്ലാമോ ഇങ്ങനെ വാരിക്കൊണ്ടൊക്കെ ഇരിക്കുക, കളിപ്പാട്ടം എന്തോ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അന്നേരം ഞങ്ങൾക്കൊരു ദിവാങ്കോട്ടുണ്ട്, കയറ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കിട്ടിയ ദിവാങ്കോട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിനകത്തൂടെ സുഷിരത്തിൽ കൂടെ നോക്കിയാൽ കൊച്ചിനെ കാണാം. ഞാനെന്നിട്ട് ഈ ദിവാങ്കോട്ടെ കമന്ന് കിടക്കുക. ഇവള് നിലത്തൂടെ എന്തെല്ലാമൊക്കെയോ പെറുക്കുന്നു, കളിക്കുന്നു. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുന്നു. അമ്മ തൊട്ടപ്പുറം വേറൊരു കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുക. മയങ്ങുന്നേ ഉള്ളൂ, ഉറക്കമൊന്നുമല്ല. എന്നാലും അമ്മയോട് എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ മൂളും, അമ്മ വർത്താനം പറയും. അങ്ങനെ ചുമ്മാ കണ്ണടച്ച് കൈ നെറ്റിക്കും വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുക. അന്നേരത്തേക്കിനുമുണ്ട് അടുക്കളയുടെ സൈഡിൽ കൂടെ, അടുക്കളയുടെ ഭിത്തിയുടെ സൈഡിൽ കൂടെ ഒരു പാമ്പ്, കറുത്ത ഒരു പാമ്പ്, ഈ പറഞ്ഞ കൂട്ട് തന്നെ ഒരു വെള്ളിക്കട്ടൻ പാമ്പ് പതുക്കെ ഇങ്ങനെ ഇഴഞ്ഞു വരും. അന്നേരം ഞാൻ ഓർത്തു, ഇതെന്താ ഒരു തിളക്കമുള്ളൊരു സാധനമാണല്ലോ, ഇതെന്താ ഇങ്ങനെ പയ്യെ ഇങ്ങനെ വരുന്നതെന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ നോക്കി. ഇത് അനങ്ങുന്നുണ്ടോ? ഒരു പേനായുടെ ഒരട്ടയുടെ വണ്ണമേ ഉള്ളൂ, പക്ഷെ നല്ല നീളം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ഇത് ചലിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്കും തീരെ സ്ലോ ആയിട്ടാണ് ഇത് ഇഴഞ്ഞിങ്ങ് വരുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ അയ്യോ പാമ്പ് എന്നും പറഞ്ഞിട്ട് കൊച്ചിനെ, സിസ്റ്ററിനെ എടുത്ത് കട്ടിലേക്ക് കയറ്റി. അപ്പോഴത്തേക്കുമാണ് അമ്മ ഇത് കാണുന്നത്. ഞാനെടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കൊച്ചതിനെ തൊടാനും കടി കിട്ടാനും സാധ്യതയുണ്ടായിരുന്നു. പിന്നീട് രാത്രി സമയമായിരുന്നു, ഒരു 7 മണിയൊക്കെ ആയ സമയമായിരുന്നു. പിന്നീട് അയൽവക്കത്തു നിന്നൊക്കെ അച്ഛൻ അന്നേരം ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്കിനും അയൽവക്കത്തെ ആൾക്കാരൊക്കെ എൻ്റെ കാർച്ച കേട്ടോണ്ട് ഓടി വന്നു, അവരതിനെ തല്ലിക്കൊന്നു. അങ്ങനെ ഒരു നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ പിന്നെ എനിക്ക് പാമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പാമ്പെന്ന് വെച്ചാൽ എനിക്ക് അന്നേരം തോന്നുന്നത് കട്ടിലിൻ്റെ അടിയിൽ, അവിടെ ഇവിടെ മേശയുടെ അടിയിൽ, കസേരയുടെ കീഴെ ഇങ്ങനെയൊക്കെ പാമ്പുണ്ടെന്നാണ് പിന്നെ എൻ്റെ വിചാരം. അതുകൊണ്ട് ഇപ്പോഴാണേലും എനിക്ക് ഈ പാമ്പിനെ ശ്രദ്ധിച്ചേ ഞാൻ നടക്കത്തുള്ളൂ. പറമ്പിലാണേലും കൊള്ളാം, എവിടെ നിന്നാലും കൊള്ളാം, ഞാനൊന്ന് പരിസരം ഒന്ന് വീക്ഷിക്കും. എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുകയോ നിൽക്കുകയോ കിടക്കുകയോ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അന്ന് എൻ്റെ മനസ്സിൽ കിട്ടിയ പേടിയാണ് ഇന്നും എനിക്ക്. അതുകൊണ്ട് എനിക്ക് പിള്ളേരോട് ഞാൻ പറഞ്ഞു കൊടുക്കും, കട്ടിലിൻ്റെ അടിയിലോ പുതപ്പൊക്കെ നിങ്ങൾ കുടഞ്ഞു വിരിച്ചിട്ടേ കിടക്കാവുള്ളൂ, ഇങ്ങനെ പാമ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടേ കിടക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. അവരത് ചിലപ്പോൾ കേൾക്കാറില്ല. ഞാൻ തന്നെ എന്നിട്ട് വിരിച്ച് അടുക്കി പെറുക്കിയൊക്കെ കൊടുത്ത് അവരെ കിടത്തും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറിയത് എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചാൽ, അമ്മ കുറേ വിറകുണങ്ങാനായിട്ട് വെച്ചിരുന്നു. വിറക് കെട്ടോടെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെളിയിൽ വെച്ചിരുന്നു. എന്നിട്ട് മഴക്കാർ കണ്ടപ്പോഴത്തേക്കിനും അമ്മ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഇതിൻ്റെ അകത്ത് പാമ്പുണ്ടായിരുന്നെന്നാണ് അമ്മ പറയുന്നത്. കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചപ്പോൾ ഈ പിള്ളേരെയൊക്കെ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ പാമ്പ് കടിയുണ്ടായ സമയത്ത് അമ്മ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, പണ്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ കയറിയില്ലേ, നീയല്ലേ എന്ന് കണ്ടുപിടിച്ചതെന്നൊക്കെ ചോദിച്ച് അമ്മ അന്നത്തെ കാര്യം ഇങ്ങനെ ഓർത്ത് പറയുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, അതെ, എന്നേരം അമ്മ പറയുകയാണ്, അമ്മ പറഞ്ഞത് ഇത് അന്ന് ഈ വിറകിൻ്റെ അകത്തു നിന്നാണ് ഈ പാമ്പ് പെരയ്ക്കകത്തേക്ക് കയറി വന്നതെന്ന്. അപ്പം നമ്മൾ ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ, നമ്മുടെ ബൈക്ക് എടുക്കുമ്പോൾ, സ്കൂട്ടർ എടുക്കുമ്പോൾ, പിന്നെ നമ്മുടെ ഷൂസ് ഇതൊക്കെ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം. അതുപോലെ ഹെൽമെറ്റ് എടുത്ത് തലയിലേക്ക് വെക്കുമ്പം അതിനുള്ളിൽ ഒക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും പാറ്റ, പഴുതാര, എട്ടുകാലി ഇങ്ങനെയുള്ള സംഭവങ്ങളും കാണും. ചിലപ്പോൾ ചെറിയ പാമ്പുകൾ ഇതുപോലെയൊക്കെ കയറി ഇരിപ്പുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്ക് അന്നത്തെ അനുഭവം ഉള്ളതുകൊണ്ട്, കുഞ്ഞിലത്തെ ഈ അനുഭവം കിടക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് സാധനം എടുത്താലും എനിക്ക് പേടിയാണ്. ഇതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ ഇടത്തുള്ളൂ. ചെരുപ്പാണേലും എന്താണേലും ഡ്രസ്സാണേലും നന്നായിട്ട് 1, 2, 3 തവണ കുടഞ്ഞിട്ടൊക്കെ ഇടത്തുള്ളൂ. അന്നത്തെ പേടി ഇന്നും എനിക്ക് മാറിയിട്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ പാമ്പ് വരാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മുടെ വീടുകളിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത് സുരക്ഷിതമായിട്ട് ഒക്കെ വെക്കുക. ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചിടാതിരിക്കുക. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ കൂടെയൊക്കെ അധികം
അധികം ഇങ്ങനെ പ്ലാന്റ്സുകളൊന്നും വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിങ്ങനെ ഈ പ്ലാന്റ്സ് എല്ലാം കൂടിയിരിക്കുമ്പം നമുക്കതിനിടയ്ക്ക് പാമ്പുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റാതെ പോകുന്നു. അങ്ങനെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ കടി കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിൽ ചിലരിങ്ങനെ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇടും. പിന്നെ ഈ ക്യാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഈ കയറിപ്പോകുന്ന ക്രീപ്പേഴ്സ് ആയിട്ടുള്ള ചെടികളുണ്ടല്ലോ, അത് ചിലർ വളർത്താറുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഇടയിലെല്ലാം പതിയിരിക്കുന്ന അപകടം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അങ്ങനെയൊന്നും കഴിവതും വീടിൻ്റെ മേളിലൊക്കെ കയറ്റാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പിള്ളേർ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ കുട്ടികളൊന്നും ഇത് ശ്രദ്ധിച്ചെന്ന് വരികയില്ല. അപ്പം അവർക്ക് തന്നെയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. പിന്നെ പുല്ല് ചെത്താൻ ഇറങ്ങുമ്പോഴാണേലും ഇറങ്ങുന്നതിന് മുമ്പും പിമ്പും ഒക്കെ ഞാൻ അവിടെ എല്ലാം ഒന്ന് വീക്ഷിച്ചിട്ട് ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് ചെന്ന് അവിടെയൊക്കെ ഒന്ന് തല്ലിക്കൊട്ടി നോക്കി അവിടെ യാതൊരു സാധനങ്ങളും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ പുല്ല് ചെത്താനായിട്ട് തുടങ്ങുള്ളൂ. അതെനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. ആരും പറഞ്ഞു തന്നൊന്നുമല്ല. എല്ലാവരും പറയും ഇങ്ങനെയൊക്കെ അടിച്ചു നോക്കിയിട്ടൊക്കെ അതിനകത്ത് കയറി ചെത്താൻ തുടങ്ങാവുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അതിന് മുമ്പ് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം എനിക്ക് തന്നെ സ്വയം അറിയായിരുന്നു. കാരണം ചെറുതിലത്തെ അനുഭവം അത് ഓർക്കുമ്പോൾ എനിക്ക് വേറൊന്നും ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൂടെയൊക്കെ ഇഷ്ടംപോലെ കോഴികളുണ്ടായിരുന്നു. ഈ കോഴികൾ ഇത് കൂട്ട് പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊത്തി തിന്നുന്നൊരു പതിവുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ പണ്ടൊക്കെ പാമ്പുകളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാൽ പോലും നമ്മളതിനെ തല്ലിക്കൊന്ന് കളയുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ടും ഇതിനെ രക്ഷിച്ച് അടുത്തുള്ള വനമേഖലയിൽ കൊണ്ടുവിട്ടിട്ട് അത് വീണ്ടും തിരിച്ചു വന്ന് പെറ്റുപെരുകി അങ്ങനെ ഒരുപാട് മനുഷ്യജീവന് തന്നെ ഇപ്പം ആപത്തായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നാടൻ കോഴികളില്ലാത്തത് തന്നെയാണ് ഈ പാമ്പ് ഇത്രയും പെറ്റുപെരുകാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പൂച്ചകളിപ്പം നല്ല അലർട്ടാണ്. ചില പൂച്ചകളൊക്കെ പാമ്പിനെ പിടിച്ച് കൊന്നൊക്കെ കളയാറുണ്ട്. എന്നാലും പണ്ടുള്ള കോഴികൾ എവിടെയെങ്കിലും ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര അലപ്പായിരിക്കും. കൊക്കല് അലപ്പായിരിക്കും. നമ്മൾ പോയി എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കുന്നത് വരെ ഈ കോഴി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കും. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ മിക്കവാറും അതൊരു പാമ്പായിരിക്കും. അങ്ങനെ നമുക്ക് പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പണ്ടൊക്കെ സാധിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ നാടുകളിൽ കോഴിയില്ല, വീട്ടുമുറ്റങ്ങളിൽ കോഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരുന്ന പാമ്പുകൾ അതേപടി കയറി നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് പതിവ്. അപ്പോൾ വേനൽക്കാലമൊക്കെയാണ്. എല്ലാവരും അവനവൻ്റെ സുരക്ഷ കരുതിയിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. ജനലൊക്കെ തുറന്നിട്ട് ഉറങ്ങാതിരിക്കുക. അതുപോലെ നിലത്ത് കിടന്ന് ഉറങ്ങാതിരിക്കുക. വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും എല്ലാവരും നന്നായിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.